ഹായ് വെൽക്കം ബാക്ക് ടു PSC സ്മാർട്ട് സ്റ്റഡി. ഞാൻ ഈ വീഡിയോയിൽ ഒരു 17 ഡേയ്സിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഫോളോ ചെയ്യാൻ പറ്റുന്നവർ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനൊക്കെ നടത്തിയിട്ട് എക്സാം എല്ലാം ചെയ്ത് നമുക്കൊന്ന് സെറ്റായി എടുക്കാം. ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സ്മൈൽ വിത്ത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഇത് യൂസ് ചെയ്യുന്നത്. മാക്സിമം ടോപ്പിക്സുകളെല്ലാം തന്നെ നല്ല രീതിയിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് ടോപ്പിക്ക് തന്നെ ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ആൻഡ് ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസസ് എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും ഞാനൊന്ന് ചുരുക്കിയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ പഠിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഈ അസേർട്ടീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് സെൻറ്റൻസുകളെയാണ് നമ്മൾ അസേർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. എക്സാമുകളിൽ നമുക്ക് ചിലപ്പോൾ സെൻറ്റൻസ് തന്നിട്ട് അത് ഏത് ടൈപ്പ് സെൻറ്റൻസ് ആണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അസേർട്ടീവ് സെൻറ്റൻസ് ഒന്നുകിൽ പോസിറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവ് സെൻറ്റൻസോ ആകാം. അടുത്തതായി ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കമാൻഡോ ഓർഡർ അല്ലെങ്കിൽ റിക്വസ്റ്റ് ഒരു അഡ്വൈസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നതാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ചോദ്യരൂപത്തിൽ വരുന്ന എല്ലാ സെൻറ്റൻസുകളും ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസുകളാണ്. അതായത് ഹൂ, വിച്ച്, ഹൗ എന്നിങ്ങനെ തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് മോഡൽ, അതായത് എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് വരുന്നതോ അതെല്ലാം തന്നെ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിന് എക്സാമ്പിളാണ്. ഓർക്കുക, ക്വസ്റ്റ്യൻ വേർഡ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നതും എസ് ഓർ നോ റെസ്പോൺസ് കിട്ടുന്നതുമായിട്ടുള്ള സെൻറ്റൻസുകളെയാണ് നമ്മൾ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസുകളെന്ന് പറയുന്നത്. അടുത്തതായിട്ട് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആശ്ചര്യത്തോടെ കൂടിയുള്ളത്, അത്ഭുതത്തോടു കൂടിയുള്ള സെൻറ്റൻസുകളെയാണ് നമ്മൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകൾ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കുന്നത് എക്സ്ക്ലമേറ്ററി മാർക്സ് അതിനകത്തുണ്ടായിരിക്കും. ഈ ഒരു ടൈപ്പ് ഓഫ് സെൻറ്റൻസ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നും മുൻവർഷങ്ങളിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കുവാനും പഠിക്കാനും ഒക്കെ എളുപ്പമായിരിക്കും. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ടൈപ്പ് എന്ന് പറയുന്നത് ഇൻ്റർചേഞ്ച് സെൻറ്റൻസുകളാണ്. അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലെവലുള്ളൊരു സെൻറ്റൻസ് തന്നിട്ട് അതിനെ ഒന്നുകിൽ ഇൻട്രോഗേറ്റീവായിട്ടോ അല്ലെങ്കിൽ എക്സ്ക്ലമേറ്ററി ആയിട്ട് അങ്ങനെയുള്ള ഇൻ്റർചേഞ്ച് ചെയ്യാനായിട്ട് പറയുന്നതാണ് ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പാർട്സ് ഓഫ് സ്പീച്ചാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ അസസ്മെൻറ്റ് ചെയ്യുമ്പോൾ കൂടുതലും ഒരു സെൻറ്റൻസ് തന്നിട്ട് ഇതിൽ നിന്ന് അഡ്ജക്റ്റീവ് ഏതാണ് അല്ലെങ്കിൽ ആഡ്വർബ് ഏതാണ് എന്നുള്ളതാണ് റിപ്പീറ്റായിട്ടും ചോദിച്ചു കണ്ടിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ നമ്മളിതെല്ലാം കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതെല്ലാം ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. എന്തോ വലിയ കാര്യം പഠിക്കുന്നു എന്നുള്ള ചിന്ത മാറ്റുമ്പോൾ തന്നെ നമുക്ക് ഈ എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ ഈസി ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, എനിക്കിത് പഠിക്കാൻ സാധിക്കും, ഇതെനിക്ക് ഓർത്തെടുക്കാൻ സാധിക്കും എന്നുള്ള ബോധത്തോടു കൂടി പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ മലയാളത്തിലേക്ക് വരുമ്പോൾ പദശുദ്ധിയാണ് കൂടുതലും. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളൊരു ക്വസ്റ്റ്യനാണ് പദശുദ്ധി. ഒരു മാർക്കിന് എന്തായാലും ചോദിക്കും. അപ്പോൾ നിങ്ങളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ട് റെഫർ ചെയ്ത് അതിൻ്റെ കുറേ റിപ്പീറ്റേഷൻ ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ. അപ്പോൾ അതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ നമ്മുടേതായൊരു എഫേർട്ട് എടുത്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ പഠിക്കാനായിട്ട് ഇൻട്രസ്റ്റ് തോന്നുന്നതും പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ മറക്കാതെ ഓർത്തിരിക്കുന്നതും. ഞാൻ ആദ്യം കരുതിയിരുന്നത് ഈ ടോപ്പിക്സുകൾ പറയുന്നതോടൊപ്പം തന്നെ നമ്മളതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്ത് കൂടി പോകാം എന്നായിരുന്നു. പക്ഷേ അതിനേക്കാളും നിങ്ങൾ നല്ല രീതിയിൽ ഇത് ടോപ്പിക്സ് എല്ലാം പഠിച്ചതിന് ശേഷം ഹോട്ട് ടോപ്പിക്സുകളുടെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ് എടുത്തിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഓരോ ടോപ്പിക് വൈസായിട്ട് കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ ഒരുപാട് പേര് തെറ്റിക്കാൻ ഇടയുള്ളൊരു ടോപ്പിക്കാണ് വാക്യശുദ്ധി എന്ന് പറയുന്നത്. അതിനൊരു ട്രിക്കുണ്ട്. ആ ട്രിക്ക് നമ്മൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ മനസ്സിലാകുള്ളൂ. അപ്പോൾ ഈ മലയാളം പഠിക്കുമ്പോൾ കൂടുതലും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് PYQ തന്നെയാണ്. അപ്പോൾ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും ആ ടോപ്പിക്കോട്ട് റിലേറ്റ് ചെയ്തിട്ട് എവിടെയൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഏത് തരത്തിൽ ചോദിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കി ആ ഒരു അസസ്മെൻറ്റിന് പറ്റുന്ന രീതിയിലുള്ളൊരു പഠനമാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഈ ഒരു ടോപ്പിക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് മലയാളം, ഇംഗ്ലീഷ്, മാത്സ് എന്ന് പറയുന്ന ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഫുൾ ടോപ്പിക്സ്, കാരണം GK പോർഷനിൽ നമ്മൾ സെലക്റ്റഡ് ആയിട്ട് പഠിക്കാം ടോപ്പിക്സ്, ഹോട്ട് ടോപ്പിക്സുകൾ നമുക്ക് സെലക്റ്റഡ് ആക്കാം. പക്ഷേ ഈ 3 സബ്ജക്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സിലബസ് അനുസരിച്ച് മാത്രം
നല്ല രീതിയിൽ പഠിക്കുക. അതുപോലെ ഡെയിലി റിവിഷൻ നടത്താനായിട്ടും നിങ്ങൾ ശ്രമിക്കുക. ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ കുറേ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് പോസ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങളത് നോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് താല്പര്യം കാണിക്കുക. കാരണം ഈ ചോദ്യങ്ങളെല്ലാം തന്നെ മുൻവർഷ ചോദ്യപേപ്പറുകളിലുള്ള ചോദ്യങ്ങളാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ഡിഗ്രി പ്രിലിമിനറി എക്സാമിനും മെയിൻസിനും ചോദിച്ചിട്ടുള്ള കുറേ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടി ഒന്ന് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവും ഈ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ അതിനകത്തുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ SCERT പാഠഭാഗങ്ങളും കൂടെ റിലേറ്റ് ചെയ്തിട്ട് പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ, കാരണം ഈ പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ SCERT കൂടെ ഒന്ന് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. SCERT ചാപ്റ്റർ 5 and 6 നിങ്ങൾ നല്ലപോലെ ഒന്ന് നോക്കാനായിട്ട് ശ്രമിക്കുക. മാത്സിന് എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും തന്നെ നിങ്ങൾ മാക്സിമം എഴുതി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും മാത്സ് വീഡിയോ കണ്ടോ അല്ലെങ്കിൽ അതിന് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പറയുന്നത് കേട്ടോ നിങ്ങൾ പഠിക്കാനായിട്ടിരിക്കരുത്. എഴുതുമ്പോൾ നമുക്ക് അത്രമാത്രം ഓർമ്മ നിൽക്കും. പിന്നെ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണലായിട്ട് എന്തെങ്കിലും ഞാൻ പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ഇട്ടാൽ മതി. അപ്പോൾ നന്നായി പഠിക്കുക.